ജനാധിപത്യ വിശ്വാസികളെ, ദേശസ്നേഹികളെ, വടക്കുന്നാഥന്റെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സാരഥി ശ്രീ സുരേഷ് ഗോപി ഇതാ ചരിത്രമുറങ്ങുന്ന ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. സഹസ്രാബ്ദങ്ങൾ കൈമാറി വന്ന വിശ്വാസവും ആചാരവും കേരളത്തിലെ രാക്ഷസീയ ഭരണകൂടം ചവിട്ടിമതിക്കുമ്പോൾ ദേശസ്നേഹികളെ, വടക്കുന്നാഥന്റെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സാരഥി ശ്രീ സുരേഷ് ഗോപി ഇതാ ചരിത്രമുറങ്ങുന്ന ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. എന്നെ തെരഞ്ഞെടുക്കണമേ, വമ്പിച്ച ഗംഭീര ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കണമേ എന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിഷു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ MP ആയിരിക്കില്ല ഞാൻ. തൃശ്ശൂരിൽ സ്വന്തം വീട്, ഒരല്പം സ്ഥലം, അതിനകത്തൊരു ചെറിയ വീട്. ഇപ്പോ നിലവിൽ തന്നെ എനിക്കിവിടെ താമസിക്കാനുള്ള എന്റെ സ്വന്തം സൗകര്യങ്ങളുണ്ട് ഗുരുവായൂർ. പക്ഷെ ഒന്ന് തൃശ്ശൂർ മണ്ഡലത്തിന്റെ തൊട്ട് നടുവിൽ എവിടെയെങ്കിലും സത്യനന്ദിക്കാട്, സത്യേട്ടൻ വെച്ചിട്ടുള്ളതുപോലെ ഒരു തോട്ടത്തിനകത്തുള്ള ഒരു വീടൊക്കെ, അത് ഭയങ്കര കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ വസിച്ചുകൊണ്ട് നിങ്ങളെ സേവിക്കുന്ന ഒരു MP ആയിരിക്കും ഞാനെന്ന് ഉറപ്പ് തരികയാണ്.
എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം. സ്വന്തം സുരേഷ് ഗോപി ഇതുവഴി കടന്നു വരികയാണ്. ഇതുവഴി കടന്നു വരികയാണ്. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം അഴിമതിയിലമരും സഹസ്രാബ്ദങ്ങൾ കൈമാറി വന്ന വിശ്വാസവും ആചാരവും കേരളത്തിലെ രാക്ഷസീയ ഭരണകൂടം ചവിട്ടിമതിക്കുമ്പോൾ തെരുവിലിറങ്ങിയ വിശ്വാസി സമൂഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിന്റെ ശരണപാതയിൽ അടിപതരാകുമെന്ന പ്രസ്ഥാനത്തിന്റെ തൃശൂരിലെ കണ്ടുമീ കേരളത്തിൻ പുണ്യഭൂമി അതിവേഗം അതിനായി പടപ്പുറപ്പാടിനായി പ്രിയമുള്ളവരെ, സുരേഷ് ഗോപിച്ചേട്ടൻ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി വെണ്ണിയറക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായ മഹേഷ് പുരാടനും കൂടി നിർവഹിക്കുന്നതായിരിക്കും. നമ്മുടെ വോട്ടർമാരെ നേരിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാരഥി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരു പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. വോട്ട് തരുന്നതിനല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതിന് അടയ്ക്കേണ്ട പണം തന്ന എൻ്റെ സഹോദരങ്ങളാണ്. ഞാനത് നന്ദിയോടെ എന്നും സ്മരിക്കും. പ്രത്യേകിച്ച് ഞാൻ വോട്ട് ചോദിക്കണം. ഒരു വലിയ സ്വന്തം ഭാര്യയെടുത്ത് വോട്ട് ചോദിക്കുന്ന പോലെ, സ്വന്തം മക്കളുടെ വോട്ട് ചോദിക്കുന്ന പോലെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമുക്കൊരു വൻ വിജയം ആഘോഷിക്കാനുള്ള മുഹൂർത്തം ജഗദീശ്വരൻ സമ്മാനിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത്. എല്ലാവർക്കും വിഷു, ഈസ്റ്റർ ആശംസകളും നേരുന്നു. ഈ കടൽ തീരത്തിന് തളിക്കുളം മാത്രമല്ല, MP എന്ന് പറയുമ്പം ആ പ്രദേശത്തിന്റെ മുഴുവൻ, അങ്ങനെ തീരദേശം കൈകാര്യം ചെയ്യുന്ന എല്ലാ MP-മാരുടെയും ഒരു കൈകോർക്കൽ കേരള തീരത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ഓക്കി എന്ന് പറയുന്ന ഒരു സൂചന മാത്രമാണ്. അപ്പോൾ ഒരു ബ്രേക്ക് വാട്ടർ പദ്ധതി വരുമ്പോൾ, ചെറു ഹാർബറുകൾ വരുമ്പോൾ, അതൊന്നുമില്ലാത്ത
ലോലമായ മണൽ കൊണ്ട് മാത്രം ജീവിതത്തിന് സംരക്ഷണം ആ മണൽ നൽകും എന്ന് വിചാരിക്കുന്ന പ്രദേശത്തെ കടലോരവാസികൾ അവരുടെ ജീവിതത്തിനും ജീവനും നമ്മളൊരു കത്തിവെക്കുന്ന ഏർപ്പാടും പാടില്ല. അപ്പോൾ വളരെ സാങ്കേതികമായി പഠനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പല ഇടങ്ങളിലും അതുപോലെ ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കിയതിന്റെയൊക്കെ പ്രത്യാഘാതം എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളിൽ വന്നതിന്റെ നേർത്തെളിവുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പരിശോധിച്ച് മാത്രമേ ഇനി മുന്നോട്ട് അങ്ങനെയുള്ള പദ്ധതികളുമായിട്ട് പോകുവാൻ സാധിക്കും. ഇത് തന്നെയായാലും മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മന്ത്രാലയം തന്നെ വരുന്നു എന്ന് എന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു നല്ല മുന്നോട്ടുള്ള കാൽവയ്പാണ്. 72 വർഷത്തെ സ്വാതന്ത്ര്യ ഇതര ജീവിതത്തിന് നമുക്ക് ഇതുവരെ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പുതിയ ലോക്സഭ വന്നു കഴിഞ്ഞ് തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ അത് എന്റെ ആവശ്യമാക്കി ഉന്നയിക്കുന്ന തലത്തിൽ ഞാൻ ഉയരും എന്ന് ഞാൻ വാക്ക് തരുന്നു. ഞാൻ താമസം തൃശ്ശൂരേക്ക് മാറ്റേണ്ടി വരുന്നു തന്നെയാണ് എന്റെ വലിയ പക്ഷെ കുലം മറക്കില്ല. തിരുവനന്തപുരം എന്റെ ഹൃദയത്തിനകത്തുണ്ടാവും. നമുക്ക് തലമറന്നെണ്ണ വഹിക്കാൻ പറ്റില്ല. അതുപോലെ കാസർഗോഡ്, കേരളം മുഴുവൻ. ഞാനൊരു ഭാരതീയനാണെങ്കിലും അങ്ങനെ ഭാരതീയന്മാർ ഓരോ സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പൊ കേരളീയനായ മലയാളിയായ ഭാരതീയനായ നിങ്ങളുടെ സേവനത്തിലേക്ക് കൂടുതൽ ഊർജം നൽകിക്കൊണ്ട് എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് തളച്ചിടാനുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വിജയിപ്പിക്കണമേ എന്ന് അത് ഇതിന്റെ ഒരു മാമൂലാണല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും നിങ്ങൾ തന്ന ആ ഒരു കിഴിക്ക് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അതിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ച ഒരു വലിയ നേർച്ചയാണ്. ഒന്ന് മാറിക്കോ. മൂന്ന് പതിറ്റാണ്ടിലധികമായി ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലും ഗുണമേന്മയിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ പുത്തനത്താണി സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ ഇപ്പോൾ കൂടുതൽ വിപുലവും വിശാലവുമായ പുതിയ ഷോറൂമിൽ. ഇനി നിങ്ങളുടെ സ്വീകരണ മുറികൾ അലങ്കരിക്കുവാൻ മോഡേൺ ഡിസൈനുകളിലുള്ള സോഫ സെറ്റീസ് ആൻഡ് ലിവിംഗ് റൂം ഫർണിച്ചേഴ്സ്, ബെഡ്റൂം സെറ്റുകൾ, പ്രമുഖ കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ്, ഉന്നത ഗുണമേന്മയിലുള്ള ഡൈനിങ് ടേബിൾസ് ആൻഡ് ചെയർസ്, വുഡ് ആൻഡ് സ്റ്റീൽ അലമാറകളുടെ ട്രെൻഡി കളക്ഷനുകൾ, ലേറ്റസ്റ്റ് മോഡൽ ഡ്രോയിംഗ് റൂം ഫർണിച്ചർ ആൻഡ് പ്ലാസ്റ്റിക് ചെയർസ്, കൂടാതെ എല്ലാവിധ ഇന്റീരിയർ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വീടിന് പുതിയ മുഖം നൽകാൻ കൊതിക്കുന്നവർക്ക് വിലയുടെയും ഡിസൈനിന്റെയും കാര്യത്തിൽ തികച്ചും അനുയോജ്യമായ ഇടം സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ, വളാഞ്ചേരി റോഡ്, പുത്തനത്താണി.